ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഒരു സന്ദേശവുമായി നിങ്ങളുടെ മധ്യത്തിൽ വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന ഭാഗ്യത്തെ ഓർത്ത് ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുവേശുവിൽ വന്ദനം പറയുന്നു. പ്രിയരെ, ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഇസഹാക്കിനെ കൂട്ടിക്കൊണ്ട് മോറിയാമലയുടെ മുകളിലേക്ക് യാത്ര പോകുന്ന ഒരു അബ്രഹാമിനെ കാണാം. ഈ യാത്ര പോകുന്ന വഴി മകൻ അപ്പനോട് ചോദിക്കുന്നു, അഥവാ ഇസഹാക്ക് യാക്കോബിനോട് അബ്രഹാമിനോട് ചോദിക്കുന്നു, അപ്പ, തീയുണ്ട്, വിറകുണ്ട്, യാഗവസ്തു എവിടെ? തീയുമുണ്ട്, വിറകുണ്ട്, യാഗവസ്തുവിനെ കാണുന്നില്ലല്ലോ. ഉടനെ അബ്രഹാം പറഞ്ഞ മറുപടി വളരെ പ്രസിദ്ധമാണ്. എന്താണ് അബ്രഹാം പറഞ്ഞ മറുപടി? മകനെ, ദൈവം കരുതിക്കൊള്ളും, ദൈവം കരുതിക്കൊള്ളും, യഹോവ ഇരേ. ദൈവം കരുതിക്കൊള്ളും എന്ന് അബ്രഹാം പറയുമ്പോൾ ദൈവത്തിൻ്റെ കരുതലിനെക്കുറിച്ച്, ദൈവത്തിൻ്റെ നടത്തിപ്പുകളെക്കുറിച്ച് അബ്രഹാമിന് നല്ല ബോധ്യമുണ്ടായിരിക്കണം. എൻ്റെ പ്രിയരെ, കഴിഞ്ഞ കാല ജീവിതങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് വേണം അബ്രഹാം ആ വാക്കു പറയാൻ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അബ്രഹാമിനെ വിളിച്ച് താൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്ര പോകണമെന്ന് നിർബന്ധിച്ചു പറഞ്ഞയക്കുന്ന ഒരു ദൈവമുണ്ട്. തൻ്റെ വഴിയാത്രയിൽ താനായിരിക്കുന്ന സാഹചര്യങ്ങളിൽ അവനെ അത്ഭുതാവഹമായി നടത്തിയ ഒരു ദൈവത്തെ അബ്രഹാമിനറിയാം. എന്നാൽ ഈ പരിശോധനയുടെ സമയത്ത് അബ്രഹാം പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ അതിനകത്ത് തെളിഞ്ഞു നിൽക്കുന്നു. 17-ാം അധ്യായത്തിൽ സർവശക്തനായ ദൈവം തമ്പുരാൻ അബ്രഹാമിനോടൊരു വാക്ക് പറയുന്നുണ്ട്. എന്താണ് ആ വാക്ക്? അതൊരു വാഗ്ദത്തമാണ്. നീയും നിനക്ക് ശേഷം നിന്റെ സന്തതിക്കും ഞാൻ എൻ്റെ നിയമത്തെ ശാശ്വത നിയമമായി ഉറപ്പിക്കും എന്ന് പറഞ്ഞാൽ, ദൈവം തൻ്റെ ഭക്തന് വേണ്ടി ഒരു നിയമത്തെ ഉറപ്പിക്കുന്നത് 17-ാം അധ്യായത്തിൽ കാണാം. നിനക്ക് ശേഷം നിന്റെ തലമുറ എൻ്റെ നിയമത്തെ നിത്യനിയമമായി ആചരിക്കും. അതിനർത്ഥം അബ്രഹാമിനൊരു തലമുറയുണ്ടാകുമെന്നും ആ തലമുറ ദൈവത്തിൻ്റെ നിയമത്തെ ആചരിക്കുന്നവനും നിലനിർത്തുന്നവനുമായിരിക്കുമെന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പോൾ അബ്രഹാമിൻ്റെ ഹൃദയത്തിനകത്തൊരു വാഗ്ദത്തം കിടപ്പുണ്ട്. നിന്റെ തലമുറ ദൈവത്തിൻ്റെ മഹത്വത്തെ വഹിക്കുന്നവനായിരിക്കും. എന്നാൽ അടുത്ത അധ്യായങ്ങൾ കടന്നു ചെല്ലുമ്പോൾ നാം വായിക്കുന്നത്, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ പുത്രനെ എനിക്ക് യാഗമർപ്പിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ കഠിനമായ പരിശോധനയുടെ ശബ്ദമാണ്. എന്നാൽ ആ ശബ്ദത്തിന് നടുവിൽ ദൈവം തന്നെ പരിശോധനയ്ക്കായി വിളിച്ചിരിക്കുന്നു എന്ന് ബോധ്യമായ അബ്രഹാം ഇസ്ഹാക്കിനെ കൂട്ടി അതികാലത്തെഴുന്നേറ്റ് യാത്രയ്ക്ക് പോകുന്ന, യാഗമർപ്പിക്കാൻ പോകുന്ന ഒരു യാത്രയുടെ പകുതിയിലെത്തുമ്പോഴാണ് ഈ ചോദ്യം ഇസ്ഹാക്ക് അബ്രഹാമിനോട് ചോദിക്കുന്നത്. അപ്പ, തീയുണ്ട്, വിറകുണ്ട്, യാഗവസ്തു എവിടെ? കുറവുകളെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു മകൻ. യാഗം കണ്ടു വളർന്നവനായതുകൊണ്ടാണല്ലോ ഒരു യാഗവസ്തുവിനെ കുറിച്ചുള്ള തിരിച്ചറിവ് അവനുണ്ടാകുന്നത്. യാഗവസ്തു ഇല്ലാതെ പോയാൽ യാഗവസ്തു എന്താണ് എന്നവൻ്റെ ചോദ്യത്തിന് മറുപടി പറയാൻ അബ്രഹാമിന് കഴിയില്ല. കാരണം അബ്രഹാമിന് അറിയാം, ദൈവം ചോദിച്ചിരിക്കുന്നത് ഒരാടുകൊറ്റനെയല്ല, ഒരു യാഗവസ്തുവിനെയല്ല, മൃഗത്തെയല്ല, മറിച്ച് എൻ്റെ ഏകജാതനായ ഈ മകനെ തന്നെയാണ്. അത് ആ മകനോട് പറയുവാനുള്ള മാനസികാവസ്ഥ ഒരു അപ്പൻ എന്ന നിലയിൽ അബ്രഹാമിനില്ല. എന്നാൽ അബ്രഹാം പറയുന്നൊരു വാക്കുണ്ട്, ദൈവം കരുതും. ഇത് വളരെ മനോഹരമായ, ശക്തമായ ഒരു വാക്കാണ്. ചില ചോദ്യങ്ങൾക്ക് ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ എനിക്ക് പറയാൻ പറ്റും, ദൈവം കരുതും. മനുഷ്യർ കരുതുന്നത് പോലെ അല്ല, മനുഷ്യർ വിചാരിക്കുന്നത് പോലെയും അല്ല. മനുഷ്യരുടെ ചിന്തയിലോ മനുഷ്യരുടെ ബുദ്ധിയിലോ മനുഷ്യരുടെ നിരൂപണത്തിലോ പോലും ഇല്ലാത്ത ചില കരുതലുകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി നൽകി തരുവാൻ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് സംഭവിക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ദൈവം കരുതും. എൻ്റെ പ്രിയരെ, നമ്മുടെ ദൈവം കരുതുന്ന ദൈവമാണ്. യഹോവ ഇരേ. നമ്മൾ വിചാരിക്കുന്ന വിധത്തിലുള്ള, നമ്മൾ പ്രതീക്ഷിക്കുന്ന വിധത്തിലുള്ള ഒരു കരുതലല്ല ദൈവത്തിൻ്റെ കരുതൽ. നമ്മുടെ ചിന്തയും
ദൈവത്തിൻ്റെ ചിന്തയും ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ അത്രയ്ക്കും ഉയരമുള്ളതാണ്, അത്രയ്ക്കും വ്യത്യാസമുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നത് പോലെയോ ഞാൻ വിചാരിക്കുന്നത് പോലെയോ അല്ല ദൈവം ചിന്തിക്കുന്നത്. എൻ്റെ ചിന്തയ്ക്ക് വിരുദ്ധമായി, എൻ്റെ ബുദ്ധിക്ക് വിരുദ്ധമായി, എൻ്റെ ആലോചനയ്ക്ക് വിരുദ്ധമായി അവന് തൻ്റെ ആലോചനകളാൽ സമ്പന്നനായിരിക്കുന്നത് പോലെ അവൻ്റെ ആലോചനയും വ്യത്യസ്തമായിരിക്കും. ആ ആലോചനയുടെ മഹത്വമാണ് യഹോവ ദൈവം കരുതും എന്ന പദത്തിൽ ഊന്നി നിൽക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഏതെങ്കിലുമൊക്കെ ഒരു പ്രശ്നത്തിൻ്റെ നടുവിൽ, ഏതെങ്കിലുമൊക്കെ ഒരു ഭാരത്തിൻ്റെ നടുവിൽ, രോഗക്കിടക്കിയിൽ, സാമ്പത്തിക ഞെരുക്കത്തിൽ, മറ്റു പ്രതികൂലത്തിൽ ആകുലപ്പെട്ട് നടക്കുന്നവരാണോ ഞാനും നിങ്ങളും? എങ്കിൽ ഈ ദൂത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ദൈവം കരുതും, ദൈവം കരുതും. എന്നാൽ അചഞ്ചലമായിരിക്കുന്നൊരു വിശ്വാസം ഈ യാത്രയിൽ നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ വിശ്വാസയാത്ര മുന്നോട്ട് പോകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ആലോചനകളിലാണ്. വിശ്വാസമില്ലാതെ, വിശ്വാസത്തോടുകൂടി പ്രാർത്ഥനയില്ലാതെ ഒരു കാര്യവും അസാധ്യമാണ്, ഒരു കാര്യവും സാധ്യമല്ല. ഇന്ന് പകലിൽ പ്രാർത്ഥിക്കുന്ന നിങ്ങൾ, ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ, പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുന്ന നിങ്ങൾ ഒരിക്കലും ക്ഷീണിച്ചു പോകേണ്ടി വരില്ല. നിങ്ങളുടെ വഴിയാത്രയിൽ നിങ്ങൾ തനിച്ചല്ല, നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾ ഏകനായിട്ടല്ല. കരുതുവാൻ നിങ്ങൾക്കൊരു ദൈവമുണ്ട്. അവൻ്റെ കരുതൽ മനുഷ്യൻ്റെ കരത്തിൽ നിന്ന് വെളിപ്പെട്ടു വരുന്നത് പോലെയല്ല, അവൻ്റെ ചിന്തകൾ മനുഷ്യൻ്റെ ചിന്ത പോലെയുമല്ല, അത് ഏറെ വ്യത്യസ്തമായിരിക്കും. നോക്കിക്കേ, മോറിയ മലയുടെ മുകളിലെത്തി യാഗപീഠം പണിത് യാഗപീഠത്തിൻ്റെ മേൽ ഇസ്ഹാക്കിനെ പിടിച്ചു കിടത്തുമ്പോൾ പോലും ഒരു മറുപടി അബ്രഹാം കാണുന്നില്ല, ഒരു കരുതൽ കാണുന്നില്ല. തൻ്റെ കത്തിയുടെ മൂർച്ച കൂട്ടി, തൻ്റെ കത്തിയുടെ ആ മൂർച്ചയുടെ ആ ശക്തി പരിശോധിച്ച് തൻ്റെ മകൻ്റെ നേരെ കത്തി ആഞ്ഞു വീശുമ്പോൾ വേദപുസ്തകം പറയുന്നു, അബ്രഹാമേ ബാലൻ്റെ മേൽ നീ കൈവെക്കരുത്. അതെ, ബാലൻ്റെ മേൽ നീ കൈവെക്കരുത്. അബ്രഹാം തിരിഞ്ഞു നോക്കുമ്പോൾ അബ്രഹാം കാണുന്നത് ഊനമില്ലാത്തൊരു കുഞ്ഞാട് കാടുകളിൽ മുൾക്കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നു, കുടുങ്ങിൽ കിടക്കുന്നു. ആ ആടിനെ എടുത്ത് അബ്രഹാം യാഗം കഴിച്ചു എന്നാണ് വായിക്കുന്നത്. പ്രിയരെ, കത്തിയുടെ മൂർച്ച കൂട്ടി തൻ്റെ മകൻ്റെയും കത്തിയുടെ ഇടയിലൊരു സമയം, ആ സമയം നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? സെക്കൻഡുകളുടെ സെക്കൻഡിൽ ദൈവശബ്ദം, അവനെ തൊടരുത്. എന്താ അവനെ തൊട്ടാലുള്ള കുഴപ്പം? ദൈവം പറയുന്ന അവനെ തൊടരുത്. അവൻ വാഗ്ദത്ത സന്തതിയാണ്. ആമേൻ. 17-ാം അധ്യായത്തിൽ അബ്രഹാമിൻ നിനക്ക് ശേഷം നിന്റെ മകനും എന്നൊരു പദം കിടക്കുകയാണ്. അവൻ വാഗ്ദത്ത സന്തതിയാ. അബ്രഹാം ഇത് ചെയ്യുന്നുണ്ടോ, ഇത് പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ദൈവത്തിന് അറിയണം. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, പല പരിശോധനകളും പല ശോധനകളും നമുക്ക് വരുന്നത് നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തരാണോ ഇല്ലയോ എന്നുകൂടി പരിശോധിക്കാൻ ദൈവം അയക്കുന്ന ചില നടപടികളാണെന്ന് നമ്മൾ എത്ര പേര് തിരിച്ചറിയുന്നുണ്ട്? ചില രോഗക്കിടക്കയിൽ, ചില കടഭാരത്തിൽ, ചില ഞെരുക്കങ്ങളിൽ നമ്മൾ അകപ്പെട്ടു പോകുമ്പോൾ ഇവിടെയെല്ലാം നമ്മൾ വിശ്വസ്തനായ സാക്ഷിയാണോ, എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടുകൂടിയാണോ നിൽക്കുന്നത് എന്നറിയാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തിൽ പ്രതിസന്ധികൾ നടുവിൽ ഒരിക്കലും വിശ്വാസത്തെ തള്ളിക്കളയരുത്, പ്രതീക്ഷയെ തള്ളിക്കളയരുത്, പ്രത്യാശയെ തള്ളിക്കളയരുത്. പിടിച്ചു നിൽക്കുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യും. ഹല്ലേലൂയ. അപ്പോൾ കത്തിയുടെയും ആമേൻ സ്തോത്രം മകൻ്റെയും ഇടയിലുള്ള ആ സമയത്ത് ദൈവം ഇടപെടുന്നു. തൊട്ടുപോകരുത്. ആമേൻ. ആ കിടക്കുന്ന ഒരു വാഗ്ദത്തമാണ്. വാഗ്ദത്തങ്ങളുടെ മേൽ ആരും കൈവെക്കാൻ ദൈവം അനുവദിക്കുന്നില്ല. പരിശോധനകൾ അനുവദിച്ചേക്കാം, പ്രതിസന്ധികൾ അനുവദിച്ചേക്കാം, വെല്ലുവിളികൾ അനുവദിച്ചേക്കാം. പക്ഷേ നിന്റെ വാഗ്ദത്തങ്ങളുടെ മേൽ കൈവെക്കാൻ ഒരു മനുഷ്യനെയും ദൈവം അനുവദിച്ചിട്ടില്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നിന്റെ ജീവിതത്തിൻ്റെ നടുവിൽ ഏതെങ്കിലും പ്രതിസന്ധികൾ വന്നിട്ടുണ്ടെങ്കിൽ, ഒരു വാഗ്ദത്തം നിനക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, തക്ക സമയത്ത് യഹോവ നിനക്കായി കരുതും. ദൈവം നിനക്കായി കരുതും. വിശുദ്ധ വേദപുസ്തകം ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നു, അതുകൊണ്ട് നാളെ കൊണ്ട് വിചാരപ്പെടരുത്, ഒന്നിനെയും വിചാരപ്പെടരുത്. നിങ്ങളുടെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ക്രിസ്തുവേശുവിൽ തൻ്റെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായി തീർത്തു തരും. അതുകൊണ്ട് വിചാരങ്ങൾ പെടരുത്. നാളെയുടെ ഭാവിയെക്കുറിച്ച്, ഇന്നത്തെ പ്രതിസന്ധികളിൽ നാളെയെക്കുറിച്ചുള്ള ആകുലതയിൽ ജീവിക്കേണ്ട. ദൈവം ഇന്നും എന്നും
നമ്മളോടുകൂടെ ഉണ്ട്. അവൻ വിശ്വസ്തനാണ്. അവൻ വാക്കു പറഞ്ഞാൽ മാറുന്നവനല്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, 17 അധ്യായത്തിൽ നിനക്കും നിനക്ക് ശേഷം നിന്റെ സന്തതിക്കും ഞാൻ എൻ്റെ നിയമത്തെ ഉടമ്പടിയായി ചെയ്യുമെന്ന് വാക്കു പറഞ്ഞവൻ 22 അധ്യായത്തിൽ വാക്ക് മാറ്റിയില്ല. ആമേൻ, സ്തോത്രം. കത്തിയുടെയും കരത്തിൻ്റെയും ഇടയിൽ ദൈവം ഇടപെട്ടു. ഇതാണ് ദൈവത്തിൻ്റെ സമയം. ഈ സമയത്തിന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു തക്ക സമയമെന്നാണ്. തക്ക സമയത്ത് അവൻ നിനക്ക് വേണ്ടി പ്രത്യക്ഷത വരുത്തും. തക്ക സമയത്ത് അവൻ നിനക്ക് മറുപടി തരും. തക്ക സമയത്ത് അവൻ നിങ്ങൾക്ക് കാര്യങ്ങളെ ബോധിപ്പിച്ചു തരും. തക്ക സമയത്ത് ഉത്തരം തരും. തക്ക സമയത്ത് അവൻ കരുതലെ തരും. യഹോവയിരേ, എൻ്റെ ദൈവം കരുതുന്ന ദൈവം. ആമേൻ. ഈ പകലിൽ നടക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, നിൽക്കുമ്പോൾ, യാത്ര പോകുമ്പോൾ പറ, എൻ്റെ ദൈവം കരുതുന്ന ദൈവം, എൻ്റെ ദൈവം കരുതുന്ന ദൈവം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില കരുതലുകൾ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടു വരാൻ വേണ്ടി പോകുന്നു. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇസഹാക്ക് ആമേ സ്തോത്രം കെട്ടഴിഞ്ഞ് അപ്പനും മകനും കൂടി ഇറങ്ങി വരുമ്പോൾ അപ്പൻ പറഞ്ഞിട്ട് പോയൊരു വാക്കുണ്ട്, ഞങ്ങൾ ആരാധന കഴിഞ്ഞ് മടങ്ങി വരും. അതെ, മടങ്ങി വരവുണ്ട്. കൃപയിലേക്ക്, ദൈവശക്തിയിലേക്ക്, ആത്മനിറവിലേക്ക് ഒരു മടങ്ങി വരുക ദൈവം ഈ നാളുകളിൽ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കേവർക്കും ഈ സന്ദേശം ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം ഒരു വാക്കുകൂടെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നല്ല ദൈവമേ, സ്വർഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി സ്തോത്രം. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഏവരെയും ദൈവം അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിതത്തിൽ വലിയ നന്മകളെ തുറന്നു കൊടുക്കണം. നീ അത്ഭുതങ്ങളെ ചെയ്യണമേ, വിടുവിക്കണമേ. തിരുമഹത്വത്തിൻ്റെ ശക്തിയാൽ നിന്റെ മക്കളെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കണം. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. സർവശക്തനായ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുക. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ ബലപ്പെടുത്തും, ശക്തിപ്പെടുത്തും. ആമേൻ. ഗോഡ് ബ്ലസ് യു. ബൈ.